അപ്പോൾ ഇതിന് മുന്നിലൊരു വീഡിയോയിൽ നമ്മൾ റെയിൻബോ ബ്ലൂ മൂൺ സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ലെബ്രഡറൈറ്റിനെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ലെബ്രഡറൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ. അപ്പോൾ മൂൺ സ്റ്റോൺ പോലെ തന്നെ ഇതൊരു ഫെൽസ്പാർ മിനറലാണ്. ഇതൊരു കാൽഷ്യം എൻറിച്ച്ഡ് ഫെൽസ്പാർ മിനറലാണ്. അപ്പോൾ പ്ലാജിയോക്കേസ് ഫെൽസ്പാർ മിനറൽ ഗ്രൂപ്പിൽപ്പെട്ട ഈ സ്റ്റോണിന് ഒരു സ്പെഷ്യൽ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഉണ്ട്, ലെബ്രഡോറസെൻസ്. അപ്പോൾ ഈ ഫിനോമിനൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ കാണുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള പ്ലേ ഓഫ് കളേഴ്സിനാണ് ലെബ്രഡോറസെൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോണിൻ്റെ അകത്തുള്ള മൈക്രോസ്കോപ്പിക് പ്ലേറ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ ലൈറ്റ് റിഫ്ലക്റ്റും റിഫ്രാക്റ്റും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കളേഴ്സ് വരുന്നത്. ലൈറ്റിൻ്റെ പല ആംഗിളിലേക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൂ, ഗ്രീന്, ഗോൾഡ്, പിന്നെ വയലറ്റ് കളേഴ്സിൻ്റെ ഒരു പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് മെജോറിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ ബ്ലൂ ആണ്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രീനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു യെല്ലോയിഷ് കളറും വരുന്നുണ്ട്. ആ യെല്ലോയിഷ് കളറാണ് ആക്ച്വലി ഗോൾഡ്. പിന്നെ ഈ ഗ്രീനും ബ്ലൂവും കലറിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്കൊരു വയലറ്റ് കളർ പോലെയും തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തേക്കുന്നത് ലബ്രഡോർ എന്ന പ്ലേസിൽ, കാനഡയിലെ ഒരു പ്ലേസിലാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ തന്നെ പേര് വെച്ചിട്ടായിരിക്കും ഇതിന് ലെബ്രഡോറൈറ്റ് എന്ന് പറഞ്ഞ പേര് കിട്ടിയേക്കുന്നത്. അതുകൂടാതെ തന്നെ പിന്നീട് മഡഗാസ്കർ, ഫിൻലാൻഡ്, റഷ്യ, നോർവേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ തന്നെ ഇത് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഖനികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന മാല ഫിൻലാൻഡിൽ നിന്നുള്ളതാണ്. അവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണുള്ളത്, സ്പെക്ട്രലൈറ്റ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി കിട്ടുന്നത് ഫിൻലാൻഡിൽ നിന്ന്. ഈ കൺട്രീസിൽ തന്നെ ഇത് കണ്ടുവരുന്നത് ബസാൾട്ട്, ഗാബ്രോ എന്നിങ്ങനെ പേരുകളുള്ള മാഫിക് ഇഗ്നിയസ് റോക്സിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ മെറ്റമോർഫിക് അനോർത്തോസൈറ്റ് കോംപ്ലക്സസിലും ഇത് കണ്ടുവരുന്നു. ഈ സ്റ്റോൺ നാച്ചുറൽ ആണോ എന്ന് ആക്ച്വലി തിരിച്ചറിയുന്നത് ഇതിൻ്റെ ലെബ്രഡോറസെൻസ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ് വരുന്നത് 6 to 6.5 MOHs വാല്യൂവിലാണ്. നമ്മുടെ ഇനാമലിനൊക്കെ, പല്ലിൻ്റെ ഇനാമലിനൊക്കെ ഹാർഡ്നെസ് വരുന്നത് 5 MOHs വാല്യൂവിലാണ്. അപ്പോൾ അതിലും ഹാർഡറാണ്. പിന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്, ഇത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സ്ട്രീക്സ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ട്രൈക്കോറിക് ക്രിസ്റ്റൽ സിസ്റ്റം എഫക്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പോളറൈസ്ഡ് ലൈറ്റ്, നമ്മുടെ ഈ പോളറൈസ്ഡ് ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ട്രൈക്കോറിസം എക്സിബിറ്റ് ചെയ്യും. ട്രൈക്കോറിസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് വ്യൂ ചെയ്യാൻ പറ്റും. ഇത് വരുന്നതിൻ്റെ കാരണം ഈ ക്രിസ്റ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടി കാരണമാണ്. അതായത് 3 ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ആക്സിസിൽ നിന്നും ഉള്ള ലൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത് 3 C's ആണ്. അതായത് കളർ, കട്ട് ആൻഡ് ക്ലാരിറ്റി. കളർ ലെബ്രഡോറസെൻസ് പ്രോപ്പർട്ടീസ് വെച്ച് ഡിഫൈൻ ചെയ്യാം. ക്ലാരിറ്റി ഇതിൻ്റെ അകത്തുള്ള ഇൻക്ലൂഷൻസ് ഏറ്റവും കുറവാണെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ കട്ട് നന്നായിട്ട് പ്രോപ്പർലി കട്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഫിനോമിനൻ അത്രയും ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സിൽ ഇമോഷണൽസ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തും ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ജ്വല്ലറിയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത്. ആസ് എ ബേസ്റ്റ് സ്റ്റോൺ ഇതൊരു ട്രഡീഷണലോ മോഡേണോ ആയിട്ടുള്ള ബേസ്റ്റ് സ്റ്റോൺ ആയിട്ട് കണക്കാക്കുന്നതല്ല. എന്നിരുന്നാലും ഇത് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ലിയോ ആൻഡ് സ്കോർപിയോ സോഡിയക് സൈൻസും ആയിട്ടാണ്. ഇനി നമുക്ക് ഈ സെമി പ്രഷ്യസ് സ്റ്റോണിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. ലെജൻഡറി വാരിയേഴ്സിന്റെ സ്ട്രൈക്ക് മൂലം ഉണ്ടാകുന്ന ഔറോറ ബോറിയാലിസ്, അതായത് നമ്മുടെ നോർത്തേൺ പോളിന്റെ സ്കൈയിലൊക്കെ കാണുന്ന ആ ഒരു ലൈറ്റിന്റെ ഒരു പ്രതിഭാസം, അത് ഇതിന്റെ അകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ഒരു സ്റ്റോൺ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.